ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 70 ദിവസം പിന്നിടുമ്പോഴാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ആര് ഷാനവാസ് ഒരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നും അതോടൊപ്പം തന്നെ വെറും വൃത്തികെട്ടവനാണെന്നും ആദ്യം മനസ്സിലാക്കാൻ ഇത്രയും 70 ദിവസത്തോളം വേണ്ടി വന്നു. എന്തായാലും ആദിലയുടെ ഇരട്ടത്താപ്പിന് ആദ്യം തന്നെ വലിയൊരു നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. രണ്ടാമത്തെ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഉറപ്പായിട്ടും ടോപ്പിക് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ക്യാപ്റ്റൻസി ടാസ്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതിനു മുമ്പ് നമുക്ക് ആദിലയുടെയും ഷാനവാസിൻ്റെയും പ്രകടനം, വളരെ മികച്ച പ്രകടനത്തെ പറ്റി സംസാരിക്കാം. ആദിലയും ഷാനവാസും തമ്മിൽ അങ്ങനെ വേർപിരിച്ചിരിക്കുന്നു. എന്തായാലും മുട്ടനടിയാണ് നടന്നത്. കാരണം ഇന്നലെ രാത്രി മുതലേ ഷാനവാസിന് നെഗറ്റീവ് എനർജി വന്നു. കാരണം ലാലേട്ടൻ്റെ മുമ്പിൽ ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റ് ആണെന്നും ഒക്കെ ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും ദിവസം 70 ദിവസം സ്വന്തം പെങ്ങന്മാരെ പോലെ കൊണ്ട് നടന്നവർ പെട്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഷാനവാസിനുണ്ടാകുന്ന വിഷമാണ്. അത് ആർക്കായാലും ഉണ്ടാകുന്നതാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല ചെയ്തത്, പുള്ളിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞപ്പോൾ, വേറെ ആര് പറഞ്ഞപ്പോഴല്ല, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് വിഷമായത്. അതേ റീസൺ പറഞ്ഞു ഇന്ന് നോമിനേറ്റും കൂടെ ചെയ്തു ഷാനവാസിനെ. അത് ഷാനവാസ് മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ ആദിലയോട് ചോദിക്കുന്നു. ആദില ആദ്യം സമ്മതിക്കുന്നില്ല, പിന്നീട് സമ്മതിക്കേണ്ടി വരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് കള്ളി വെളിച്ചത്താവുക എന്ന് പറയത്തില്ലേ, അത് പൊക്കിപ്പെടുമ്പോഴത്തേക്ക് ആദില പൊട്ടിത്തെറിക്കുന്നു. പിന്നെ മഹാവൃത്തിയേട്ടവനാണ്, എന്നെ ഡീപ്പോടി എന്ന് വിളിക്കാൻ പാടില്ല, നിങ്ങൾ മെയിൽ ഷോവനിസ്റ്റ് ആണ്, അതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഷാനവാസിന് ഇങ്ങനെ തന്നെ വേണം. കാരണം കുറേ ഒരു 30-40 ദിവസം ആയപ്പോഴത്തേക്കും മറ്റേ നമ്മുടെ നെവിൻ്റെയും ഷാനവാസിൻ്റെയും ഇൻസിഡൻറ്റ് കുത്തിപ്പൊക്കിയതും വെളിയിൽ കൊണ്ടുവരുന്നതും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതും ആദിലായിരുന്നു. എനിക്ക് അന്നേ ആദിലയോട് ഒരു താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടും, ആ വിഷയം കഴിഞ്ഞിട്ടും എല്ലാം മറന്ന് വീണ്ടും പോയി അവരോട് പാച്ചപ്പ് ചെയ്തത് ഷാനവാസാണ്. ആ ഷാനവാസിനെ ഇങ്ങനെ തന്നെ വേണം. കാരണം മാറ്റി നിർത്തേണ്ടവരും അവസരം കിട്ടിയപ്പോൾ മനസ്സിലാക്കേണ്ടവരെയും മനസ്സിലാക്കണമായിരുന്നു ഷാനവാസ്. അത് ഷാനവാസ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഷാനവാസിന് ഇപ്പം ഇത്രയും ഓപ്പണായിട്ട് ഇത്തരത്തിലുള്ള വിളിയും ഇതെല്ലാം കേൾക്കേണ്ടി വന്നത്. ഇനിയെങ്കിലും ഷാനവാസ് അത് മനസ്സിലാക്കി കളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു. പക്ഷേ ലൈവ് കണ്ടവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നെങ്കിലും എപ്പിസോഡിൽ വന്നപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എസ്പെഷ്യലി നമ്മുടെ അനുമോളും നമ്മുടെ നെവിനും തമ്മിലുണ്ടായിരുന്ന അടുക്കളയിലെ സീനും, അതോടൊപ്പം തന്നെ അനുവും ആര്യനും തമ്മിലുണ്ടായിരുന്ന ഒരു കോംബോ ഉണ്ടല്ലോ, അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ അവസാനം എന്തുവാണ്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറയത്തില്ലേ, ആ ഒരു ഇതിൽ സാബുമോനാണ് ക്യാപ്റ്റൻസി ടാസ്ക് വിജയിച്ചത്. എനിവേസ് കൺഗ്രാറ്റുലേഷൻസ് ടു സാബുമാൻ. പക്ഷെ അനു ജയിക്കണമായിരുന്നു. സത്യമായിട്ടും അനു ജയിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ വീക്ക് വേറെ ലെവലായനെ. ഭയങ്കര പ്രശ്നമായിരുന്നു. എന്തുകൊണ്ട് ലൈവ് ആണെന്നവർക്ക് കോരിത്തരിക്കുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അനു എന്തായാലും വിജയിക്കണമെന്നായിരുന്നു. പക്ഷെ നടന്നില്ല. പക്ഷെ അനുക്ക് എക്സ്ട്രീം ലെവലിൽ ഭയങ്കരമായിട്ട് ശ്രമിച്ചു. അവസാനം ബിഗ് ബോസ് തളർന്നിട്ടാണ് അവസാനം കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആ ഒരു ഇതിലേക്ക് കൊടുക്കേണ്ടി വന്നത്. അത് കൊടുത്തപ്പോൾ തന്നെ അറിയാമായിരുന്നു അനുവിന് വിജയിക്കാനുള്ള ഇത് കുറവാണ്, അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ളത്. കാരണം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് നടക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അവസാനം ഫൈറ്റ് വന്നതിൽ ഇപ്പം സത്യം പറഞ്ഞാൽ ആര്യനാണെങ്കിലും കൈ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, സാബുമോനാണെങ്കിലും കൈ ബെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ടാസ്ക് തുടങ്ങിയ ആ നിമിഷം മുതൽ അവസാനം വരെ ബെൻഡ് ചെയ്യാതെ മാക്സിമം ശ്രമിച്ചത് സത്യം പറഞ്ഞാൽ സാബുമോനായിരുന്നു. അതുകൊണ്ട് സാബുമോൻ വിജയിച്ചതിൽ സത്യം പറഞ്ഞാൽ ഡിസിഷൻ ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു. അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അനു ആദ്യം മുതലേ കൈ വളയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അനു പുറത്തായതിലും അതും ഫെയർ ഡിസിഷൻ ആയിരുന്നു ആദ്യം വഴിയെടുത്തത്. ഇതിനിടയിൽ നമ്മുടെ ആ ടാസ്കിനിടയിലും മറ്റേ അനുവിൻ്റെ 2 കമന്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രസവിക്കും, നെവിൻ്റെ വയറുണ്ടട്ടെ, ഇതിപ്പോൾ പ്രസവിക്കും, ഇതിപ്പോൾ എത്ര മാസമായി ഞാനിവിടെ നിന്ന് പ്രസവം എടുക്കേണ്ടി വരുമോ. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ക്യാപ്റ്റൻസി ടാസ്കിൽ. അതോടൊപ്പം തന്നെ ആര്യനുമായിട്ടുള്ള ചെറിയ കോമ്പോസും ചെറിയ നീരസങ്ങളും ആംഗ്രി മോഡായിരുന്നു ഇന്ന് അനു പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം നടന്നത്. ഇനി നാളെ മുതൽ എന്തായാലും വീക്ക്ലി ടാസ്ക് ആയിരിക്കും. ഇത്തവണത്തെ വീക്ക്ലി ടാസ്ക് അല്പം ഡേഞ്ചറസ് ആകാനാണ് ചാൻസ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ടോപ്പ് 10 നടക്കുകയാണ്. ഇനിയിപ്പോൾ വീക്കെൻഡ് അടുത്ത ആഴ്ച കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും ഫിനാലേക്കുള്ള ടിക്കറ്റ് ഫിനാലെ വരും. ഈ ആഴ്ച ചിലപ്പോൾ ഇതുണ്ടാവാൻ ചാൻസ് ഇല്ല. എന്താണ് നമ്മുടെ എലിമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം 9 പേര് വെച്ച് ടിക്കറ്റ് ഫിനാലേക്ക് വരുമോ, അല്ലെങ്കിൽ ചിലപ്പോൾ 10 പോകാനാണ്. കാരണം പിന്നെ അതും വന്നു കഴിഞ്ഞാൽ തന്നെ നെവിൻ പോകാനുള്ള ചാൻസസും കൂടുതലാണ്. നെവിനും കൂടെ പോയി കഴിഞ്ഞാൽ 3 ആഴ്ച ഉറപ്പായിരിക്കും. അതുകൊണ്ട് ചിലപ്പം എലിമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.